എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഹോർട്ടിക്കൾച്ചറിന്റെ ഇൻട്രൊഡക്ഷൻ ഏരിയ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ജസ്റ്റ് ഇതിന്റെ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് എക്സാമിന്റെ സിലബസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ വിശദീകരിച്ച് ഇത് പറയുന്നില്ല. നമുക്ക് സിലബസ് പ്രകാരം ഹോർട്ടിക്കൾച്ചറിൽ വരുന്നത് ഇത്രയും പോർഷൻസ് ആണെന്ന് ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ. സോ നമുക്ക് ഹോർട്ടിക്കൾച്ചറിന്റെ ഡെഫിനിഷൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്താണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് പ്ലാന്റ് സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് കൾട്ടിവേഷൻ, പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ഓഫ് ഗാർഡൻ ക്രോപ്സ് സച്ച് ആസ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവർ ക്രോപ്സ്, പ്ലാന്റേഷൻ ക്രോപ്സ്, സ്പൈസസ്, അരോമാറ്റിക് ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്. അതായത് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് ഇത്രയധികം ക്രോപ്സിന്റെ ഈ പറയുന്ന ഗാർഡൻ ക്രോപ്സിന്റെ ഒക്കെ കൾട്ടിവേഷൻ, അതുപോലെ തന്നെ പോസ്റ്റ് ഹാർവസ്റ്റ് ഹാൻഡ്ലിംഗ്, പ്രോസസ്സിംഗ് ആസ്പെക്ട്സ് ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഹോർട്ടിക്കൾച്ചറിന്റെ ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന വേർഡ് എങ്ങനെ വന്നു? ദ വേർഡ് ഹോർട്ടിക്കൾച്ചർ വാസ് ഡിറൈവ് ഫ്രം ടു ലാറ്റിൻ വേർഡ്സ്. രണ്ട് ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് ലാറ്റിൻ വേർഡ്സ്? ഫസ്റ്റ് ഇസ് ഹോർട്ടസ്. ഹോർട്ടസ് എന്ന് വെച്ചാൽ ഗാർഡൻ പ്ലാന്റ്സ് എന്നാണ് മീനിങ്. നെക്സ്റ്റ് ഇസ് കൾച്ചറ. കൾച്ചറ മീനിങ് കൾട്ടിവേഷൻ. അപ്പം ഹോർട്ടസും കൾച്ചറെന്നും പറയുന്ന രണ്ട് ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന വേർഡ് വന്നിരിക്കുന്നത്. ഹോർട്ടസിന്റെ മീനിങ് ഗാർഡൻ പ്ലാന്റ്സ്, കൾച്ചറ മീനിങ് കൾട്ടിവേഷൻ. ദെൻ ഓൾ ടുഗദർ ദ മീനിങ് ഇസ് ഗാർഡൻ കൾട്ടിവേഷൻ. ഓക്കെ. ഇനി ദ ടേം ഹോർട്ടിക്കൾച്ചർ വാസ് കോയിൻഡ് ബൈ പ്രൊഫസർ പീറ്റർ ലോറൻബർഗ്. അത് ഞാൻ നിങ്ങളുടെ ഇൻഫർമേഷൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് പ്രൊഫസർ പീറ്റർ ലോറൻബർഗ് ആണ്. ഓക്കെ. അപ്പം ഹോർട്ടിക്കൾച്ചറിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയി. എന്താണ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വേർഡ് വന്നതെന്ന് പറഞ്ഞു. രണ്ട് ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നത്. ഇനി ആരാണ് ആ ടേം കോയിൻ ചെയ്തത്? ഓക്കെ. അപ്പൊ ഇത്രയപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോർട്ടിക്കൾച്ചറിന്റെ ബ്രാഞ്ചസ് അല്ലെങ്കിൽ ഡിവിഷൻസ് ആണ്. സിലബസിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് അതിന്റെ ഡെഫിനിഷൻ, സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ്, ദെൻ ബ്രാഞ്ചസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഒരു ടോപ്പിക് കാണാം. അപ്പൊ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിച്ച് ആർ ദ ഡിവിഷൻസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. ഓക്കെ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് ഇസ് പോമോളജി, ദെൻ ഒളരിക്കൾച്ചർ, ദെൻ ഫ്ലോറിക്കൾച്ചർ, പ്ലാന്റേഷൻ ക്രോപ്സ്, spices and condiments, then medicinal and aromatic crops, post-harvest technology, ഫൈനലി നഴ്സറി മാനേജ്മെന്റ് ആൻഡ് സീഡ് പ്രൊഡക്ഷൻ. ഇത്രയുമാണ് ഹോർട്ടിക്കൾച്ചറിന്റെ ഡിവിഷൻസിൽ വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഇത് ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഡിവിഷൻസ് ഏതൊക്കെയാണ്, സബ് ഡിവിഷൻസ് ഏതൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ്, കാര്യങ്ങൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രധാനമായിട്ട് ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ പറയട്ടെ, ഹോർട്ടിക്കൾച്ചറിൽ നമുക്ക് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും നമ്മുടെ ഇപ്പം അഗ്രികൾച്ചറിന്റെ സിലബസ് പ്രകാരം നമുക്ക് അതിന്റെ ഒരു ഫണ്ടമെന്റൽസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ആ ഒരു ഏരിയയാണ് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്ത് പോകുന്നത്. പ്ലാന്റ് പ്രൊപ്പഗേഷൻ, അതിന്റെ എക്സാമ്പിൾസ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെ. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെച്ച് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു റീഡിങ് അല്ലെങ്കിൽ റിവിഷൻ ആണ് നമുക്ക് കാര്യങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പം നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ അധികം എക്സാമ്പിൾസ്, കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഒക്കെ തന്നെ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു ഹോർട്ടിക്കൾച്ചറൽ സ്റ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്നതും ഒക്കെ ആയിട്ടുള്ള ക്രോപ്സ് ആണ് എല്ലാം തന്നെ. അപ്പൊ നമുക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ കാര്യങ്ങളും അത്തരത്തിലാണ് ക്വസ്റ്റ്യൻസ് കാണുന്നത്. അപ്പൊ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇത് വായിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. So first division, that is pomology. Pomology എന്താണ്? It is the branch of horticultural science which deals with the cultivation and management of fruit crops. അതാണ് പോയിന്റ്, ഫ്രൂട്ട് ക്രോപ്സ്. അപ്പം സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സിനെയാണ് നമ്മൾ പോമോളജി എന്ന് പറയുന്നത്. പോം എന്ന വേർഡ് മീനിങ് ഫ്രൂട്ട് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പം പോമോളജി എന്താണ്? ഇറ്റ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ കൾട്ടിവേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഫ്രൂട്ട് ക്രോപ്സ്. ഫ്രൂട്ട് ക്രോപ്സിനെ പറ്റി പഠിക്കുന്നതാണ് പോമോളജി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതായിട്ട് നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രൂട്ട് ക്രോപ്സ്. അപ്പം ഫ്രൂട്ട് ക്രോപ്സിനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പം ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ദറ്റ് ഈസ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ റിക്വയർമെന്റ്. അതായത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത്. ഓക്കെ. മെയിൻലി വി ആർ ക്ലാസിഫൈങ് ദ ഫ്രൂട്ട്സ് ഇൻ ടു എങ്ങനെയൊക്കെയാണ്? ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആൻഡ് ടെമ്പറേറ്റ് ഫ്രൂട്ട്സ്. ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, ട്രോപ്പിക്കൽ റീജിയൻ, അത് ഉഷ്ണമേഖല
റീജിയനിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ക്രോപ്സ് ആണ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഫ്രൂട്ട് ക്രോപ്സ് ഏതൊക്കെയാണ്? മാംഗോ, ബനാന, പൈനാപ്പിൾ, പപ്പായ എക്സെട്ര. അപ്പം ഒത്തിരി അധികം ക്രോപ്സ് ഉണ്ട്. ഞാൻ ഏറ്റവും കോമൺ ആയിട്ട് ഉള്ള എക്സാമ്പിൾസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. ബാക്കി എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് MCQs ഒക്കെ ചെയ്യുമ്പോഴും വരുന്ന ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ഇസ് സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്. സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഉപ ഉഷ്ണമേഖല റീജിയൻ അല്ലെങ്കിൽ സബ് ട്രോപ്പിക്കൽ റീജിയൻസിൽ വളരുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? സിട്രസ്, ഗ്രേപ്സ്, ഗോവ, ലിച്ചി. ഇതൊക്കെ തന്നെയും സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ടെമ്പറേറ്റ് ഫ്രൂട്ട്സ്. ടെമ്പറേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ടെമ്പറേറ്റ് റീജിയൻസിൽ അല്ലെങ്കിൽ തണുപ്പ് കാലാവസ്ഥയിൽ വളരുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? ആപ്പിൾ, പിയർ, പ്ലം. ഇതൊക്കെ തന്നെയും ടെമ്പറേറ്റ് ഫ്രൂട്ട് ക്രോപ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്രൂട്ട് ക്രോപ്സ് ബേസ്ഡ് ഓൺ ടെമ്പറേച്ചർ ഏതൊക്കെയാണ്? ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ്, സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ആൻഡ് ടെമ്പറേറ്റ് ഫ്രൂട്ട്സ്. ഓരോന്നിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. അപ്പോൾ അടുത്ത ഡിവിഷൻ നെക്സ്റ്റ് ഇസ് ഒളരി കൾച്ചർ. ഒളരി കൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഹോർട്ടിക്കൾച്ചർ വിച്ച് ഡീൽസ് വിത്ത് ദ കൾട്ടിവേഷൻ ഓഫ് വെജിറ്റബിൾസ്. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സിനെ പറ്റി പഠിക്കുന്നത് പറഞ്ഞു പോമോളജി. അടുത്തത് വെജിറ്റബിൾസിനെ പറ്റി പഠിക്കുന്നത് അതാണ് എന്തെന്ന് പറയുന്നത്? ഒളരി കൾച്ചർ. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഹോർട്ടിക്കൾച്ചർ വിച്ച് ഡീൽസ് വിത്ത് ദ കൾട്ടിവേഷൻ ഓഫ് വെജിറ്റബിൾസ്. ഓക്കെ. ഇനി നമുക്ക് വെജിറ്റബിൾസിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സ് ക്ലാസിഫൈ ചെയ്തതുപോലെയല്ല നമ്മൾ വെജിറ്റബിൾസിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന പോലെ തന്നെ വെജിറ്റബിൾസിനെയും പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് വെജിറ്റബിൾസ് ഇന്ന ഗ്രൂപ്പിൽ വരുന്ന അങ്ങനെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ ഇവിടെ പറയുന്നത്. ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നത് കുക്കുർബിറ്റ്സ്. കുക്കുർബിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? കുക്കുർബിറ്റേസിയ വെജിറ്റബിൾസ്. കുക്കുർബിറ്റേസിയ ഫാമിലിയിൽ വരുന്ന വെജിറ്റബിൾസ് ആണ് കുക്കുർബിറ്റേഷ്യസ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ കുക്കുർബിറ്റ്സ് എന്ന് പറയുന്നത്. അതായത് മലയാളത്തിൽ നമ്മൾ വെള്ളരി വർഗ്ഗ വിളകൾ എന്ന് പറയും. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കുക്കുർബിറ്റ്സും? കുക്കുംബർ, ദെൻ ആഷ്ഗോർ, പംകിൻ, മെലൻസ്. മെലൻസ് എന്ന് പറയുന്നത് നമ്മുടെ വാട്ടർമെലൺ, തണ്ണിമത്തൻ, അതുപോലെ തന്നെ മസ്ക് മെലൺ, ഷമാം എന്ന് പറയുന്ന മസ്ക് മെലൺ. അതൊക്കെയാണ് മെലൻസ് ഗ്രൂപ്പിൽ വരുന്നത്. ദെൻ ഗോഡ്സ്. ഗോഡ്സ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ആഷ് ഗോഡ്, ബിറ്റർ ഗോഡ്, സ്നേക് ഗോഡ്. അത് എന്തൊക്കെയാണ്? പാവയ്ക്ക, പടവലം അങ്ങനെയുള്ള ക്രോപ്സ് ഒക്കെ വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? കുക്കുർബിറ്റ്സ്. കുക്കുർബിറ്റേസിയ ഫാമിലിയിൽ വരുന്ന വെള്ളരി വർഗ്ഗ വിളകൾ. ഓക്കെ. വളരെ കോമൺ ആണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് ഈസ് സൊളനേഷ്യസ് വെജിറ്റബിൾ. സൊളനേഷ്യസ് വെജിറ്റബിൾ എന്ന് പറയുമ്പോൾ സൊളനേസിയ ഫാമിലിയിൽ വരുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണ്? ടൊമാറ്റോ, ബ്രിഞ്ചോൾ ആൻഡ് ചില്ലി. ഓക്കെ. നെക്സ്റ്റ് ഈസ് ലെഗ്യൂംസ്. ലെഗ്യൂംസ് എന്ന് പറയുമ്പോൾ ലെഗ്യൂമിനേസിയ ഫാമിലി അല്ലെങ്കിൽ ലെഗ്യൂമിനേസിയ ഫാബേസിയ ഫാമിലിയിൽ വരുന്ന വെജിറ്റബിൾസ് ആണ് ലെഗ്യൂമിനേഷ്യസ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലെഗ്യൂംസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? കൗപ്പി, ഫ്രഞ്ച് ബീൻ, ദെൻ പീ, ദറ്റ് ഇസ് ഗ്രീൻ പീസ് ആൻഡ് ബീൻസ് എന്ന് പറയുന്നത്. ഫ്രഞ്ച് ബീൻ എന്ന് പറയുന്നത് നമ്മൾ തോരനൊക്കെ വെക്കുന്ന ബീൻസ് ഇല്ലേ, അതിനാണ് ഫ്രഞ്ച് ബീൻ എന്ന് പറയുന്നത്. ദെൻ ഡൊളിക്കോസ് ബീൻ, അമരപ്പയർ. അപ്പൊ ഇതൊക്കെയാണ് ലെഗ്യൂമിനസ് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ലെഗ്യൂംസിൽ വരുന്നത്. ഓക്കെ. അടുത്ത ഒരു ഗ്രൂപ്പാണ് കോൾ ക്രോപ്സ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോൾ ക്രോപ്സ്? തണുപ്പ് കാലങ്ങളിൽ വളരുന്ന വിളകൾ ഏതൊക്കെയാ? ക്യാബേജ്, കോളിഫ്ലവർ, സ്പ്രൗട്ടിംഗ് ബ്രൊക്കോളി, ബ്രസിൽ സ്പ്രൗട്ട്, ദെൻ നോൾ കോൾ. ഇതാണ് പ്രധാനപ്പെട്ട കോൾ ക്രോപ്സ്. ഇനിയും വേറെ കോൾ ക്രോപ്സ് ഉണ്ട്. ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ക്രോപ്സ് ആണ് പറയുന്നത്. ദെൻ ട്യൂബർ ക്രോപ്സ്. ട്യൂബർ ക്രോപ്സ് ഏതൊക്കെയാണ്? പൊട്ടേറ്റോ, സ്വീറ്റ് പൊട്ടേറ്റോ, ദെൻ യാംസ് ആൻഡ് എലിഫന്റ് ഫ്രൂട്ട് യാം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്യൂബർ ക്രോപ്സ്. ഓക്കെ. നെക്സ്റ്റ് ഈസ് റൂട്ട് ക്രോപ്സ്. റൂട്ട് ക്രോപ്സ് എന്ന് പറയുമ്പോൾ റൂട്ട് മോഡിഫിക്കേഷൻ വരുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? ക്യാരറ്റ്, ബീട്രൂട്ട്, റാഡിഷ്, ടർണിപ്പ്. ഇതൊക്കെയാണ് റൂട്ട് ക്രോപ്സിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ബൾബ് ക്രോപ്സ്. ബൾബ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളി വർഗ്ഗ വിളകൾ ബൾബ് മോഡിഫിക്കേഷൻ വരുന്നതാണ്. ഏതൊക്കെയാണ്? ഒണിയൻ, ഗാർലിക്, ലീക്ക്, ചൈവ്, ഷാലറ്റ്. ഇതൊക്കെ തന്നെ ബൾബ് ക്രോപ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് ലീഫി വെജിറ്റബിൾസ്. ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ലീവ്സ് എഡിബിൾ പോർഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചീര പോലുള്ള വെജിറ്റബിൾസ്. എക്സാമ്പിൾസ് അത് തന്നെയാണ് അമരാന്തസ്, ദെൻ സ്പിനാച്ച് ആൻഡ് പാലക്. ഓക്കെ. ഇതൊക്കെ കോമൺ ആയിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ലീഫി വെജിറ്റബിൾസ് ആണ്. അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് സാലഡ് ക്രോപ്സ്. സാലഡ് ക്രോപ്സ് എന്ന് പറയുമ്പോൾ സാലഡ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രോപ്സ് ഏതൊക്കെയാണ്? ലെറ്റ്യൂസ്, സെലറി, പാഴ്സലി. ഇതൊക്കെ തന്നെയും സാലഡ് ക്രോപ്സിന് എക്സാമ്പിൾസ് ആണ്. അടുത്ത ഒരു ഗ്രൂപ്പാണ് പെരിനിയൽ വെജിറ്റബിൾസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെരിനിയൽ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് ക്രോപ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ആനുവൽസ്, ബൈനിയൽസ്, പെരിനിയൽസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ എല്ലാവർക്കും അറിയായിരിക്കും. ആനുവൽസ് എന്ന് പറയുമ്പോൾ 1 ഇയർ കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ക്രോപ്സ്. ബൈനിയൽസ് എന്ന് പറയുമ്പോൾ 2 വർഷം കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. മോർ ദാൻ 2 ഇയേഴ്സ് എടുക്കുന്നതെല്ലാം എന്താണ്? പെരിനിയൽ വെജിറ്റബിൾസ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കുറേ വർഷങ്ങളായിട്ട് നിൽക്കുന്ന കുറച്ച് ക്രോപ്സ് കാണും. അതായത് പെരിനിയൽ നേച്ചറുള്ള ക്രോപ്സ്. ഏതൊക്കെയാണ് പെരിനിയൽ നേച്ചറുള്ള വെജിറ്റബിൾസ്? ഡ്രംസ്റ്റിക് എല്ലാവർക്കും അറിയാം. മുരിങ്ങ എങ്ങനെയാണ്? കുറേ വർഷം നിൽക്കില്ലേ. ദെൻ ക്ലോവ് ബീൻ എന്ന് പറയുമ്പോൾ നിത്യവഴുതന.
ദെൻ ചെക്കുർമാണിസ്. ചെക്കുർമാണിസ് എന്ന് പറയുന്നത് മധുരച്ചീര അല്ലെങ്കിൽ വേലി ചീര എന്നൊക്കെ പറയും. ഇത് വേലിയിലൊക്കെ പടർത്തുന്ന ഒരു തരം ചീരയാണ്. പച്ച കളറിലുള്ള ചീരയാണ് ചെക്കുർമാണിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കറി ലീഫ്. കറി ലീഫ് നമ്മുടെ കറിവേപ്പില. ദെൻ അസ്പെരാഗസ്, ഗ്ലോബ് ആർട്ടിച്ചോക്ക്, റുബാർബ്. ഇത് മൂന്നും കൂൾ സീസൺ ആയിട്ടുള്ള പെരിണിയൽ വെജിറ്റബിൾസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട വെജിറ്റബിൾസിന്റെ ക്ലാസിഫിക്കേഷൻ. നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് പോവാം. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ കുക്കുർബിറ്റ്സ്, വെള്ളരി വർഗ്ഗവിളകൾ. ദെൻ സൊളനേഷ്യസ് വെജിറ്റബിൾസ്, വഴുതന വർഗ്ഗവിളകൾ. ദെൻ ലെഗ്യൂംസ്, അതായത് പയർ വർഗ്ഗവിളകൾ. ദെൻ കോൾ ക്രോപ്സ്. ദെൻ ട്യൂബർ ക്രോപ്സ്. ദെൻ റൂട്ട് ക്രോപ്സ്, ബൾബ് ക്രോപ്സ്, സാലഡ് ക്രോപ്സ്, ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫൈനലി പെരിണിയൽ വെജിറ്റബിൾസ്. ഇത്രയാണ് വെജിറ്റബിൾസിന്റെ ഒരു ജനറൽ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ആയിട്ട് കാണും. അപ്പൊ നമ്മൾ ഫ്രൂട്ട്സിനെ പറ്റി പഠിക്കുന്നത് എന്തായിരുന്നു? പോമോളജി. വെജിറ്റബിൾസിനെ പറ്റി പഠിക്കുന്നത് ഒളരികൾച്ചർ. ഓക്കെ, ഇനി നമ്മൾ വി ആർ മൂവിംഗ് ഓൺ ടു ദി നെക്സ്റ്റ് ഡിവിഷൻ. അടുത്ത ഡിവിഷനാണ് ഫ്ലോറികൾച്ചർ. എന്താണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ഗ്രോയിങ് ഫ്ലവർ ക്രോപ്സ് ആൻഡ് ഓർണമെന്റൽ പ്ലാന്റ്സ്. ഫ്ലവേഴ്സിനെ പറ്റി പഠിക്കുന്ന, ഫ്ലവർ ക്രോപ്സിനെയും അതുപോലെ തന്നെ ഓർണമെന്റൽ പ്ലാന്റ്സിനെയും പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ആണ് എന്ന് പറയുന്നത് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫ്ലോറികൾച്ചറിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള സബ് ഡിവിഷൻസ് ആണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിക്കാം. Commercial floriculture, then landscape gardening, arboriculture and ornamental floriculture. ഇനി നമുക്ക് ഇവ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ കമേഴ്ഷ്യൽ ഫ്ലോറികൾച്ചർ. അപ്പൊ ആ പേരിൽ തന്നെയുണ്ട്, അതായത് കമേഴ്ഷ്യൽ പർപ്പസിന് നമ്മൾ ഒരു ലാർജർ ഏരിയയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഫ്ലവർ ക്രോപ്സ് ആണ്. അതായത് ദറ്റ് ഇസ് കൾട്ടിവേഷൻ ഓഫ് ഫ്ലവർ ക്രോപ്സ് ഫോർ കമേഴ്ഷ്യൽ പർപ്പസ്. കമേഴ്ഷ്യൽ പർപ്പസിന് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് കമേഴ്ഷ്യൽ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് എക്സാമ്പിൾസും? നമ്മൾ ലാർജർ ഏരിയയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന മേജർ ആയിട്ടുള്ള വരുന്ന എല്ലാ ഫ്ലവർ ക്രോപ്സും ഈ കമേഴ്ഷ്യൽ ഫ്ലോറികൾച്ചറിൽ വരും. ദറ്റ് ഈസ് ജാസ്മിൻ, മാരിഗോൾഡ്, റോസ്, ഓർക്കിഡ് എക്സെട്ര. ഓക്കെ, ദറ്റ് ഈസ് കമേഴ്ഷ്യൽ ഫ്ലോറികൾച്ചർ. നെക്സ്റ്റ് ഈസ് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ്. ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഭയങ്കര കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ്. നമ്മളൊരു വീടൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ നല്ല മനോഹരമാക്കാൻ വീടിന്റെ ഗാർഡനും അതുപോലെ ഇന്റീരിയർ ഒക്കെ നമ്മൾ നല്ല മനോഹരമാക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് വളരെ ഫെമിലിയർ ആണ്. എന്താണ് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ബ്യൂട്ടിഫൈയിങ് എ പീസ് ഓഫ് ലാൻഡ് യൂസിങ് ഗാർഡൻ ഡിസൈൻസ്, മെത്തേഡ്സ് ആൻഡ് പ്ലാൻ മെറ്റീരിയൽസ്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗാർഡൻ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. സിമെട്രിക്കൽ, അസിമെട്രിക്കൽ അങ്ങനെ പറയുന്ന ഗാർഡൻ സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. അത്തരത്തിൽ ഡിഫറെന്റ് ഗാർഡൻ ഡിസൈൻസ് അല്ലെങ്കിൽ സ്റ്റൈൽസ് ഒക്കെ യൂസ് ചെയ്ത്, അതുപോലെ കുറച്ച് ഗാർഡൻ കമ്പോണൻസ് ഉണ്ട്. പെർഗോള, ബ്രിഡ്ജസ് എന്നൊക്കെ പറയുന്ന കുറച്ച് കമ്പോണൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളൊരു പീസ് ഓഫ് ലാൻഡിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്ത് മനോഹരമാക്കി എടുക്കുന്നതിന്, ബ്യൂട്ടിഫൈ ചെയ്തെടുക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ്? ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് beautifying a piece of land using garden designs, methods and plant materials. Okay, that is landscape gardening. അടുത്തതായിട്ട് ആർബോറികൾച്ചർ. ഒരുപക്ഷെ ആർബോറികൾച്ചർ എന്നുള്ള പേര് നിങ്ങൾക്ക് കോമൺ അല്ലെങ്കിലും ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഗ്രോയിങ് ഓർണമെന്റൽ ട്രീസ് എലോങ് പാത്സ് ആൻഡ് അവന്യൂസ്. അപ്പൊ നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ വഴിയരികിൽ രണ്ട് വശങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുന്നത് കാണാം. അത് പ്രധാനമായിട്ടും തണലിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഓർണമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ടും ആയിരിക്കും. അപ്പൊ അത്തരത്തിൽ മരങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചേക്കുന്ന ഈ രീതിയിൽ, അതായത് ഓർണമെന്റൽ ട്രീസ് പാറ്റ്സിലും അവന്യൂസിലും ഇത്തരത്തിൽ ഗ്രോ ചെയ്യുന്ന രീതിയെ നമ്മൾ പറയുന്ന പേരാണ് ദാറ്റ് ഈസ് ആർബോറികൾച്ചർ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല എക്സാംസിലും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആർബോറികൾച്ചർ. എന്താണ് ആർബോറികൾച്ചർ? ഗ്രോയിങ് ഓർണമെന്റൽ ട്രീസ് എലോങ് പാത്സ് ആൻഡ് അവന്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓർണമെന്റൽ ഫ്ലോറികൾച്ചർ. അപ്പോൾ ഓർണമെന്റൽ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് ഓർണമെന്റൽ പ്ലാന്റ്സ് യൂസ്ഡ് ടു ഡെക്കറേറ്റ് ഇൻഡോർസ് ആൻഡ് ഔട്ട്ഡോർസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡോർസും അതുപോലെ ഔട്ട്ഡോർസ് ഒക്കെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്തിരിക്കത്തില്ലേ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓർണമെന്റൽ ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. അപ്പം ഫ്ലോറികൾച്ചറിന്റെ 4 സബ് ഡിവിഷൻസ് നമ്മൾ പറഞ്ഞു. അതൊക്കെയാണ് കമേഴ്ഷ്യൽ ഫ്ലോറികൾച്ചർ, ദാറ്റ് ഇസ് കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവർ ക്രോപ്സിനെ ഗ്രോ ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് എന്താണ്? ലാൻഡ്സ്കേപ്പ് ഗാർഡനിങ്, ഒരു പീസ് ഓഫ് ലാൻഡിനെ നമ്മൾ ബ്യൂട്ടിഫൈ ചെയ്തെടുക്കുന്നു. നെക്സ്റ്റ് ഇസ് ആർബോറികൾച്ചർ. എന്താണ് ആർബോറികൾച്ചർ എന്ന് പറയുന്നത്? ഗ്രോയിങ് ഓഫ് പ്ലാന്റ്സ് എലോങ് പാത്സ് ആൻഡ് അവന്യൂസ്. ഓർണമെന്റൽ ട്രീസിനെ ഇത്തരത്തിൽ വളർത്തുന്ന രീതിയാണ് ആർബോറികൾച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓർണമെന്റൽ ഫ്ലോറികൾച്ചർ, അതായത് സ്റ്റഡി ഓഫ് വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് ഓർണമെന്റൽ പ്ലാന്റ്സ് യൂസ്ഡ് ടു ഡെക്കറേറ്റ് ഇൻഡോർസ് ആൻഡ് ഔട്ട്ഡോർസ്. ഓക്കെ, ദാറ്റ് ഈസ് ഓർണമെന്റൽ ഫ്ലോറികൾച്ചർ. അപ്പൊ ഇത്രയായപ്പോൾ ഫ്ലോറികൾച്ചറിന്റെ ഡിവിഷൻസ് കഴിഞ്ഞു. അപ്പൊ നമ്മൾ വെജിറ്റബിൾസ് കഴിഞ്ഞു, ഫ്രൂട്ട്സ് കഴിഞ്ഞു, ഫ്ലവേഴ്സ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ പ്ലാന്റേഷൻ ക്രോപ്സ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം
തോട്ടവിളകൾ, പ്ലാന്റേഷൻ ക്രോപ്സിന്റെ മലയാളം എന്താ? തോട്ടവിളകൾ. തോട്ടവിളകൾ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. അതായത് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ലാർജർ ഏരിയയിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ക്രോപ്സ് ആണ് പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലെങ്കിൽ തോട്ടവിളകൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറയുന്നത്? ദർ ഗ്രൂപ്പ് ഓഫ് കമേഴ്ഷ്യൽ ക്രോപ്സ് ഓഫ് പെരിനിയൽ നേച്ചർ. പെരിനിയൽ നേച്ചർ ആയിരിക്കും, കൾട്ടിവേറ്റഡ് എക്സ്റ്റെൻസീവ്ലി ഓവർ എ ലാർജർ ഏരിയ. ലാർജർ ഏരിയയിലായിരിക്കും നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് വിച്ച് നീഡ് ലേബർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ദ പ്രൊഡക്റ്റ് ആർ യൂട്ടിലൈസ്ഡ് ആഫ്റ്റർ പ്രോസസിംഗ് ഫോർ എഡിബിൾ ഓർ ഇൻഡസ്ട്രിയൽ പർപ്പസ്. അപ്പൊ അതാണ് പ്ലാന്റേഷൻ ക്രോപ്സ് അല്ലെങ്കിൽ തോട്ടവിളകൾ എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട തോട്ടവിളകൾ. അപ്പൊ നമുക്ക് അതിനു മുന്നേ പ്ലാന്റേഷൻ ക്രോപ്സിന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യണം. അതായത് പാംസ്, ദെൻ ബിവറേജ് ക്രോപ്സ്, ദെൻ ലാറ്റക്സ് ഈൽഡിംഗ് ക്രോപ്സ് ആൻഡ് നട്ട്സ്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലും വരുന്ന ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. പാംസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും കോമൺ ആയിട്ടുള്ള എന്താണ്? കോക്കനട്ട്, ദെൻ അരക്കനട്ട്, ഓയിൽ പാം, ദെൻ ബിവറേജ് ക്രോപ്സ്. ബിവറേജ് ക്രോപ്സ് ഏതൊക്കെയാണ്? കോഫി, ടീ, ദെൻ കൊക്കോ. ദെൻ ലാറ്റക്സ് ഈൽഡിംഗ് ക്രോപ്പ് നമുക്കറിയാം. ലാറ്റക്സ് ഈൽഡിംഗ് ക്രോപ്പ് ഏതാണ്? റബ്ബർ. റബ്ബർ നമുക്ക് ടാപ്പിംഗ് അറിയത്തില്ലേ? ലാറ്റക്സ് ഈൽഡിംഗ് ക്രോപ്പ് ആണ് റബ്ബർ എന്ന് പറയുന്നത്. ദെൻ നട്ട്സിനകത്ത് വരുന്നതാണ് കാഷ്യൂനട്ട്, ദറ്റ് ഈസ് കശുവണ്ടി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഈ പറയുന്ന എല്ലാ പ്ലാന്റേഷൻ ക്രോപ്സും നമ്മുടെ കേരള സിനാറിയോയിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രോപ്സ് ആണ്. ഓക്കെ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹോർട്ടിക്കൾച്ചറൽ സ്റ്റേറ്റ് ആണ്. പ്രധാനപ്പെട്ട പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് ഈ പറഞ്ഞത്. ഓക്കെ, ഏതൊക്കെയാണ്? പാംസ് എന്ന് പറയുന്നത് കോക്കനട്ട്, അരക്കനട്ട്, ഓയിൽ പാം, ദെൻ ബിവറേജ് ക്രോപ്സ് കോഫി, ടീ ആൻഡ് കൊക്കോ, ദെൻ ലാറ്റക്സ് yielding ക്രോപ്സ് റബ്ബർ ആൻഡ് നട്ട്സ് ഇൻക്ലൂഡിംഗ് കാഷ്യൂനട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട പ്ലാന്റേഷൻ ക്രോപ്സ്. സോ നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്രോപ്സ്. ഏതൊക്കെയാണ്? മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് ക്രോപ്സ്. ആ പേരിൽ തന്നെയുണ്ട് മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് ക്രോപ്സ് എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ, മെഡിസിനൽ പ്ലാന്റ്സ്. ദേ ആർ റിച്ച് ഇൻ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് ആൻഡ് ആർ പൊട്ടൻഷ്യൽ സോഴ്സ് ഓഫ് ഡ്രഗ്സ് യൂസ്ഡ് ടു ക്യൂർ ഡിസീസസ്. അതായത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്രോപ്സ് ആണ് മെഡിസിനൽ ക്രോപ്സ് എന്ന് പറയുന്നത്. അനവധി മെഡിസിനൽ ക്രോപ്സ് ഉണ്ട്. നമുക്ക് നമ്മുടെ ചുറ്റിനും കാണുന്ന പല ക്രോപ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി കാണും. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ ഒത്തിരി അധികം ഉണ്ട്. നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾ മാത്രമേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒസിമം, ഒരു തുളസിയെങ്കിലും ഇല്ലാത്ത ഒരു വീട് ഒരുപക്ഷെ കേരളത്തിൽ കാണത്തില്ല. ഓക്കെ, അപ്പം ഒസിമം എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒത്തിരി അധികം മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള ഒരു മെഡിസിനൽ ക്രോപ്പാണ്. നെക്സ്റ്റ് ഈസ് കച്ചോലം, ദെൻ അലോവേര, ദെൻ നീം, നമ്മുടെ ആര്യവേപ്പ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മെഡിസിനൽ ക്രോപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് അരോമാറ്റിക് പ്ലാന്റ്സ്. എന്താണ് അരോമാറ്റിക് പ്ലാന്റ്സ്? അരോമാറ്റിക് പ്ലാന്റ്സ് ആ വേർഡിൽ തന്നെ ഉണ്ട്, അരോമ പ്രൊവൈഡ് ചെയ്യുന്ന, അരോമ നൽകുന്ന ക്രോപ്സ്. അതായത് അരോമാറ്റിക് പ്ലാന്റ്സ് ആർ ദോസ് വിച്ച് സിന്തസിസ് എസെൻഷ്യൽ ഓയിൽ ദാറ്റ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്വീറ്റ് അരോമ നൽകുന്ന ക്രോപ്സ് ആൻഡ് ആർ യൂസ്ഡ് ടു മേക്ക് പെർഫ്യൂംസ് ആൻഡ് ഫ്ലേവേഴ്സ്. അപ്പൊ ഞാനിവിടെ രണ്ട് ഓയിൽസിന്റെ എസെൻഷ്യൽ ഓയിലിന്റെ പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ലെമൺ ഗ്രാസ് ഓയിൽ ആൻഡ് യൂക്കാലിപ്റ്റസ് ഓയിൽ. അപ്പൊ രണ്ട് എക്സാമ്പിൾസ് ആയല്ലോ. അരോമാറ്റിക് പ്ലാന്റ്സിന്റെ രണ്ട് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ലെമൺ ഗ്രാസും യൂക്കാലിപ്റ്റസും. ഓക്കെ, ലെമൺ ഗ്രാസ് ആൻഡ് യൂക്കാലിപ്റ്റസ്. അപ്പൊ അത്രയായപ്പോൾ മെഡിസിനൽ ആൻഡ് അരോമാറ്റിക് പ്ലാന്റ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് സെറ്റ് എന്താണ്? സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സ്, നമ്മുടെ സുഗന്ധവിളകൾ. അപ്പൊ നമുക്കൊരു നമ്മുടെ കേരള സിനറിയിൽ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്പൈസ്, എന്താണ് കോണ്ടിമെന്റ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്പൈസസ് ആർ പ്ലാന്റ് പ്രൊഡക്ട്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് ഫുഡ് അഡ്ജങ്ക്സ് ടു ആഡ് കളർ, ഫ്ലേവർ, അരോമ ആൻഡ് ടേസ്റ്റ്. അപ്പൊ നമ്മുടെ ഫുഡിന് കളറും ഫ്ലേവറും അരോമയും ടേസ്റ്റും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന പ്ലാന്റ് പ്രൊഡക്ട്സ് ആണ് സ്പൈസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ വീട്ടിലൊക്കെ നമുക്ക് കറി വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും മണവും രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സ്പൈസസ് ഏതൊക്കെയാണെന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഇനി എന്താണ് കോണ്ടിമെന്റ്സ്? കോണ്ടിമെന്റ്സ് എന്ന് പറയുന്നത് ദേ ആർ ക്രോപ്പ് പ്രൊഡക്ട്സ് ഓഫ് വിച്ച് ആർ അഡ്ജങ്ക്റ്റ് ഇൻ ഫുഡ് ഫോർ ടേസ്റ്റ് ഓൺലി. അതായത് സ്പൈസസിൽ നിന്ന് കോണ്ടിമെന്റ്സ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. സ്പൈസസ് എന്തൊക്കെ നൽകുന്നു? കളറും ഫ്ലേവറും അരോമയും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നുണ്ട്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോണ്ടിമെന്റ്സ് ദേ വിൽ ആഡ് എന്താണ്? ടേസ്റ്റ് ഓൺലി. ഫുഡിന് ടേസ്റ്റ് മാത്രം കൊടുക്കുന്ന കാര്യമാണ് കോണ്ടിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് സ്പൈസസും കോണ്ടിമെന്റ്സും തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോണ്ടിമെന്റ്സ് എന്ന് പറഞ്ഞാൽ സ്പൈസ് തന്നെയാണ് ആക്ച്വലി, പക്ഷെ എന്താണ്? ടേസ്റ്റ് മാത്രം കൊടുക്കുന്ന സ്പൈസസ് ആണ് എന്ന് പറയുന്നത് കോണ്ടിമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പൈസസ്. നമുക്ക് പ്രധാനമായിട്ടും സ്പൈസസിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് മേജർ സ്പൈസ്,
മൈനർ സ്പൈസ്, ട്രീ സ്പൈസ്, ഹെർബൽ സ്പൈസ് ആൻഡ് അതർ സ്പൈസ്. അപ്പൊ മേജർ സ്പൈസ് എന്ന് പറയുന്നത് എന്താണ്? ആ പേരിൽ തന്നെയുണ്ട് മേജർ, അതായത് പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്ന അല്ലെങ്കിൽ ലാർജർ ഏരിയയിൽ കൃഷി ചെയ്യുന്ന ക്രോപ്സ് ആണ് അല്ലെങ്കിൽ സ്പൈസസ് ആണ് മേജർ സ്പൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരള സീനറിയയിൽ ഏറ്റവും മേജർ ഉള്ള സ്പൈസസ് ഏതൊക്കെയാണ്? ബ്ലാക്ക് പെപ്പർ, കുരുമുളക്, കാർഡമം അതായത് ഏലം, ദെൻ ജിഞ്ചർ ഇഞ്ചി, ദെൻ ടർമറിക് ദാറ്റ് ഇസ് മഞ്ഞൾ. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട മേജർ സ്പൈസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മൈനർ സ്പൈസ്. മൈനർ സ്പൈസിന് നമുക്ക് മറ്റൊരു പേരോട് പറയാം സീഡ് സ്പൈസ്. സീഡ് സ്പൈസ് എന്ന് പറയാൻ കാരണം നമ്മൾ സീഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് നമ്മൾ സ്പൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്പൈസസിനെയാണ് നമ്മൾ സീഡ് സ്പൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് അങ്ങനെ സീഡ് യൂസ് ചെയ്യുന്നത്? കൊറിയാണ്ടർ. കൊറിയാണ്ടർ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മല്ലി, നമ്മൾ അടുക്കളയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ദെൻ ഫെനൽ. ഫെനൽ എന്ന് പറയുന്നത് വലിയ ജീരകം. വലിയ ജീരകത്തെയാണ് നമ്മൾ ഫെനൽ എന്ന് പറയുന്നത്. ദെൻ ക്യുമിൻ. ക്യുമിൻ എന്ന് പറയുന്നത് എന്താണ്? ചെറിയ ജീരകം. അപ്പം ചെറിയ ജീരകം ക്യുമിൻ, വലിയ ജീരകം ഫെനൽ. ഓക്കെ, രണ്ടും സീഡ് സ്പൈസ് ആണ്. നെക്സ്റ്റ് ഇസ് ഫെനുഗ്രിക്. ഫെനുഗ്രിക് എന്താണ്? ഉലുവ. അപ്പൊ ഇത്രയുമാണ് എന്താണ് മൈനർ സ്പൈസ് അല്ലെങ്കിൽ സീഡ് സ്പൈസ്. ഏതൊക്കെയാണ്? കൊറിയാണ്ടർ, ഫെനൽ, ക്യുമിൻ ആൻഡ് ഫെനുഗ്രിക്. അടുത്തതായിട്ട് ട്രീ സ്പൈസസ്. ട്രീ സ്പൈസസ് ട്രീ നേച്ചർ ഉള്ളത് ഏതൊക്കെയാണ്? ട്രീ സ്പൈസ് എന്ന് പറയുന്നത് നട്ട്മെഗ്, ജാതി, ദെൻ സിനമൺ. സിനമൺ എന്ന് പറയുന്നത് കറുവപ്പട്ട, ദെൻ ക്ലോവ്. ക്ലോവ് എന്താണ്? ഗ്രാമ്പു. ദെൻ ഓൾ സ്പൈസ്. ഓൾ സ്പൈസ് എന്ന് പറയുന്നത് സർവ്വസുഗന്ധി. അപ്പൊ ഓൾ സ്പൈസ്, ക്ലോവ്, സിനമൺ, നട്ട്മെഗ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ട്രീ സ്പൈസസ്. ഓരോന്നിന്റെ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. സീഡ് സ്പൈസ് ഏതൊക്കെയാണ്, ട്രീ സ്പൈസ് ഏതൊക്കെയാണ്, അങ്ങനെ തെറ്റിപ്പോരുത്. നെക്സ്റ്റ് ഈസ് ഹെർബൽ സ്പൈസ്. ഹെർബൽ സ്പൈസ് എന്ന് പറഞ്ഞാൽ ഹെർബ്സ് നേച്ചറുള്ള പ്ലാന്റ്സിന്റെ പ്ലാന്റ് പ്രൊഡക്ട്സിനെ നമ്മൾ സ്പൈസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഏതൊക്കെയാണ് എക്സാമ്പിൾ? പെപ്പർമിന്റ്, റോസ്മേരി, തൈം. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ഹെർബൽ സ്പൈസിന് എക്സാമ്പിൾ ആണ്. അടുത്തത് അതർ സ്പൈസ്. അതർ സ്പൈസിനകത്ത് വരുന്നതാണ് വാനില. വാനില എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് ഐസ്ക്രീം ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ വാനില അറിയായിരിക്കും. ഐസ്ക്രീമിന് ഫ്ലേവർ കൊടുക്കുന്ന ഒരു പദാർത്ഥം നമ്മൾ വാനില എന്ന് പറയുന്ന ക്രോപ്പിന്റെ വാനിലയുടെ പോഡിൽ നിന്ന് വാനിലിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എക്സ്ട്രാക്ട് ചെയ്ത് അതാണ് നമ്മൾ ഐസ്ക്രീമിന് ഫ്ലേവർ കൊടുക്കുന്നത്. ഓക്കെ, വാനില ഫ്ലേവറുള്ള ഐസ്ക്രീം ഒക്കെ എല്ലാവർക്കും അറിയാലോ. അപ്പം വാനില. ഓക്കെ, ദാറ്റ് ഇസ് കംസ് ഇൻ അനദർ സ്പൈസ് ഗ്രൂപ്പ്. അസഫോയിറ്റഡ്. അസഫോയിറ്റഡ് എന്ന് പറയുന്നത് നമ്മൾ രസത്തിലും സാമ്പാറിലും ഒക്കെ യൂസ് ചെയ്യുന്ന കായമാണ് അസഫോയിറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട സ്പൈസസിന്റെ ക്ലാസിഫിക്കേഷൻ. ഏതൊക്കെയാണ്? മേജർ സ്പൈസ്, മൈനർ സ്പൈസ്, ട്രീ സ്പൈസ്, ഹെർബൽ സ്പൈസ് ആൻഡ് അതർ സ്പൈസ്. ഓരോന്നിന്റെ എക്സാമ്പിൾസ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഡിഫറെന്റ് ക്രോപ്സിന്റെ കൾട്ടിവേഷനെ പറ്റിയാണ് പഠിച്ചത്. ഏതൊക്കെയാണ്? ഫ്രൂട്ട്സ് ആണെങ്കിൽ പോമോളജി, വെജിറ്റബിൾസ് ആണെങ്കിൽ ഓളരികൾച്ചർ, ദെൻ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫ്ലോറികൾച്ചർ, ദെൻ പ്ലാന്റേഷൻ ക്രോപ്സ്, ദെൻ സ്പൈസസ് ആൻഡ് കോണ്ടിമെന്റ്സ്, ദെൻ മെഡിസിനൽ പ്ലാന്റ്സ്, ആരോമാറ്റിക് ക്രോപ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൾട്ടിവേഷൻ ആസ്പെക്ട്സ് പഠിച്ചു. ഇനി നമുക്ക് അതിന്റെയൊക്കെ പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി. എന്താണ് പോസ്റ്റ്? പ്രീ എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. പ്രീ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് മുൻപേ, പോസ്റ്റ് എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് ശേഷം. അപ്പൊ എന്താണ് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി? ഹാർവെസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? വിളവെടുപ്പ്. അപ്പൊ നമ്മൾ വിളവെടുപ്പിന് ശേഷം ഒരു ക്രോപ്പ്, ഏതൊരു ക്രോപ്പ് ആയിക്കോട്ടെ, ആ ക്രോപ്പിന്റെ കൾട്ടിവേഷൻ കഴിഞ്ഞ് അതിന്റെ വിളവെടുപ്പിന് ശേഷം, വിളവെടുത്ത് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്യുന്നത് തൊട്ട് ഗ്രേഡിങ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ പല ഗ്രേഡ്, പല സൈസ്, പല ഷേപ്പ് അനുസരിച്ച് നല്ലത് അങ്ങനെ ഒരു പല ഗ്രേഡിലേക്ക് നമ്മൾ ഗ്രേഡ് ചെയ്യുന്നതിനാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് പാക്കേജിങ്. അതിനെ പല കണ്ടെയ്നേഴ്സിൽ അല്ലെങ്കിൽ പല പാക്കേജിങ് മെറ്റീരിയൽസിലേക്ക് നമ്മൾ പാക്ക് ചെയ്യുന്നു, ദെൻ സ്റ്റോർ ചെയ്യുന്നു, ദെൻ പ്രോസസ്സിങ്, അതിന്റെ വാല്യൂ അഡീഷൻ ആൻഡ് ഫൈനലി മാർക്കറ്റ്. അപ്പം ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ചേർന്ന് വരുന്ന ബ്രാഞ്ചാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിവിഷൻ ആണ് എന്ന് പറയുന്നത് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതും ഹോർട്ടിക്കൾച്ചറിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി. കാരണം എന്താ? നമ്മളൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ കൃഷി ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ എന്താക്കി? പ്രോസസ്ഡ് പ്രൊഡക്ട്സ് ആക്കി അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് ആക്കി മാറ്റുന്നത് അതിന്റെ പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി. ഓക്കെ, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നഴ്സറി മാനേജ്മെന്റ് ആൻഡ് സീഡ് പ്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ ഇത്രയും നേരവും ഓരോ ക്രോപ്സ് വ്യാവസായിക അടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ ഏതൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴും നമുക്ക് ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്താ? നമുക്ക് നല്ല ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ, നല്ല ഗുണമേന്മയുള്ള പ്ലാന്റിംഗ് മെറ്റീരിയൽ ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പൊ അത് വേണ്ട അളവിൽ അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവൈലബിൾ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളൊരു ക്രോപ്പ് കൾട്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നഴ്സറി മാനേജ്മെന്റ് ആൻഡ് സീഡ് പ്രൊഡക്ഷന്റെ സിഗ്നിഫിക്കൻസ് അവിടെയാണ് വരുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊഡക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്ലാന്റിംഗ് മെറ്റീരിയൽ ഓഫ് വേരിയസ് ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് ആൻഡ് ദെയർ മാനേജ്മെന്റ് ഇൻ നഴ്സറി. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ എല്ലാ ക്രോപ്സിന്റെയും
പ്ലാന്റിംഗ് മെറ്റീരിയൽസ് അവൈലബിൾ ആക്കുക. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഒരു നഴ്സറി മാനേജ് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ദാറ്റ് കംസ് അണ്ടർ ദ സെക്ഷൻ ഓഫ് നഴ്സറി മാനേജ്മെന്റ് ആൻഡ് സീഡ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും ആണ് എന്തെന്ന് പറയുന്നത് ഹോർട്ടിക്കൾച്ചറിന്റെ ഡിഫറെന്റ് ഡിവിഷൻസ് അല്ലെങ്കിൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ കുറേ അധികം എക്സാമ്പിൾസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സിൽ ഇതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാനായിട്ട് പാടായിരിക്കും. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ആ ബ്രാഞ്ചസ് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് പറയാം. ഏതൊക്കെയായിരുന്നു? ഏറ്റവും ആദ്യം സ്റ്റാർട്ടിങ് ഫ്രം പോമോളജി, ദാറ്റ് ഇസ് സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സ്, ദെൻ വെജിറ്റബിൾസ് സ്റ്റഡി ഓഫ് ഒളരികൾച്ചർ സ്റ്റഡി ഓഫ് വെജിറ്റബിൾസ്. നെക്സ്റ്റ് എന്തായിരുന്നു? ഫ്ലോറികൾച്ചർ, ദാറ്റ് ഇസ് സ്റ്റഡി ഓഫ് ഫ്ലവേഴ്സ്. ദെൻ plantation crops, spices and condiments, medicinal and aromatic crops, and post-harvest technology, and finally nursery management and seed production. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ വേറെ ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കുറച്ച് MCQs നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ഹോർട്ടിക്കൾച്ചറിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് സ്റ്റാർട്ടിങ് ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്, ദാറ്റ് ഇസ് ബ്രാഞ്ചസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് തന്നെ വായിച്ച് പഠിക്കുമ്പോൾ നമുക്ക് അതെല്ലാം ഓർമ്മ നിൽക്കും. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഫാദർ ഓഫ് ഹോർട്ടിക്കൾച്ചർ ഇൻ ഇന്ത്യ. ഹോർട്ടിക്കൾച്ചറിന്റെ ഫാദർ ഓഫ് ഹോർട്ടിക്കൾച്ചർ ഇന്ത്യ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് ഓപ്ഷൻ എ പീറ്റർ ലോറൻബർഗ്, ആൻഡ് ഓപ്ഷൻ ബി ദാറ്റ് ഈസ് MH മാരിഗൌഡ, ദെൻ സി ഡി കാൻഡോൾ, ആൻഡ് ഡി ദാറ്റ് ഈസ് MS സ്വാമിനാഥൻ. അപ്പൊ ഇതിനകത്ത് ആരാണ് ഫാദർ ഓഫ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് പരിചയപ്പെട്ടൊരു പേരെന്ന് പറയുന്നത് പീറ്റർ ലോറൻബർഗ് എന്നായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പീറ്റർ ലോറൻബർഗ് എന്ന പേര് നമ്മൾ എന്തുമായിട്ടാണ് പഠിച്ചത്? ടേം ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തതാണ് ആര്? പീറ്റർ ലോറൻബർഗ്. അപ്പൊ അദ്ദേഹമാണോ ഫാദർ ഓഫ് ഹോർട്ടിക്കൾച്ചർ ഇൻ ഇന്ത്യ? അപ്പൊ നമുക്ക് ആൻസർ എന്താന്ന് നോക്കാം. ആൻസർ ഇസ് MH മാരിഗോഡ. MH മാരിഗോഡയാണ് ഫാദർ ഓഫ് ഹോർട്ടിക്കൾച്ചർ ഇൻ ഇന്ത്യ. അപ്പം ഓപ്ഷൻ എ എന്തായിരുന്നു? പീറ്റർ ലോറൻബർഗ്. അദ്ദേഹം ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തതാണ്. ദെൻ ഓപ്ഷൻ സി നോക്കിയേ, ഡി കാൻഡോൾ എന്ന് പറയുന്നത് ഫാദർ ഓഫ് സിസ്റ്റമാറ്റിക് പെർമോളജിയുടെ ഫാദർ ആണ് ഡി കാൻഡോൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി നമുക്ക് എല്ലാവർക്കും അറിയാം, MS സ്വാമിനാഥൻ, ദാറ്റ് ഇസ് ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദാറ്റ് ഈസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബ്രാഞ്ച് ഓഫ് ഹോർട്ടിക്കൾച്ചർ? ഹോർട്ടിക്കൾച്ചറിന്റെ ബ്രാഞ്ച് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കിയേ, ഓപ്ഷൻ എ പോമോളജി, ഓപ്ഷൻ ബി എൻറ്റമോളജി, ഓപ്ഷൻ സി ഒളരികൾച്ചർ, ഓപ്ഷൻ ഡി ഫ്ലോറികൾച്ചർ. ഇതിനകത്ത് ഏതാണ് ഹോർട്ടിക്കൾച്ചറിന്റെ ബ്രാഞ്ച് അല്ലാത്തത്? അപ്പൊ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ടും ഡിസ്കസ് ചെയ്തത് മൊത്തം ബ്രാഞ്ചസ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ആയിരുന്നു. അപ്പൊ അതിനകത്ത് കേട്ട് പരിചയമില്ലാത്തൊരു പേര് കിടക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഓപ്ഷൻ ബി എന്താണ്? ഓപ്ഷൻ ബി എൻറ്റമോളജി ആണ് ഇതിനകത്ത് ഹോർട്ടിക്കൾച്ചറിന്റെ ബ്രാഞ്ച് അല്ലാത്തത്. എൻറ്റമോളജി എന്ന് വെച്ചപ്പോൾ എന്താണ്? ദാറ്റ് ഈസ് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സിനെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എൻറ്റമോളജി എന്ന് പറയുന്നത്. ഓക്കെ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്? ഇതിനകത്ത് തെറ്റായി മാച്ച് ചെയ്തിരിക്കുന്ന ഏതാണ് ക്വസ്റ്റ്യൻ? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബനാന, ദാറ്റ് ഈസ് എ ട്രോപ്പിക്കൽ ഫ്രൂട്ട്. Then option B, apple, that is temperate fruit. Then option C, citrus, tropical fruit. Option D, litchi, subtropical fruit. ഇതിനകത്ത് ഏതാണ് തെറ്റായി മാച്ച് ചെയ്തിരിക്കുന്നത്? ഒന്നാമത്തെ ഓപ്ഷൻ നോക്കിയാൽ ബനാന എന്താണ്? ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണ്. ആപ്പിൾ നമുക്കറിയാം ടിപ്പിക്കൽ ആയിട്ടുള്ള ടെമ്പറേറ്റ് ഫ്രൂട്ട് ആണ്. സിട്രസ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണോ, സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണോ, ടെമ്പറേറ്റ് ഫ്രൂട്ട് ആണോ? അതാണ് നമുക്ക് കൺഫ്യൂഷൻ. ഓപ്ഷൻ ഡി നോക്കിയേ, ലിച്ചി സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സിട്രസ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ഫ്രൂട്ട് അല്ല, വിച്ച് ഇസ് എ സബ് ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആണ് സിട്രസ് എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് സിട്രസ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെരിനിയൽ വെജിറ്റബിൾ? അപ്പൊ നമ്മൾ വെജിറ്റബിൾസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചപ്പം ഞാൻ പറഞ്ഞു പെരിനിയൽ വെജിറ്റബിൾസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് പെരിനിയൽ വെജിറ്റബിൾ എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? കൗപ്പി. ദെൻ ഓപ്ഷൻ ബി ടൊമാറ്റോ, ഓപ്ഷൻ സി ഡ്രംസ്റ്റിക്, ഓപ്ഷൻ ഡി കുക്കുംബർ. ഇതിനകത്ത് നമുക്കറിയാം ഇതിനകത്ത് ഏതാണ് പെരിനിയൽ ആയിട്ടുള്ള വെജിറ്റബിൾ? ആൻസർ ഈസ് ഡ്രംസ്റ്റിക് ആണ് പെരിനിയൽ വെജിറ്റബിൾ എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബൾബ് ക്രോപ്പ്? ഏതാണ് ബൾബ് ക്രോപ്പ് അല്ലാത്തത്? ബൾബ് ക്രോപ്പ് എന്ന് പറയുന്നത് ബൾബ് മോഡിഫിക്കേഷൻ വരുന്ന ഉള്ളിവർഗ വിളകൾ. അപ്പൊ ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കിയേ, ഓപ്ഷൻ എ ഒണിയൻ, ഓപ്ഷൻ ബി ഗാർലിക്, ഓപ്ഷൻ സി ഷാലറ്റ്, ആൻഡ് ഓപ്ഷൻ ഡി ക്യാരറ്റ്. നമുക്ക് ഈ ഓപ്ഷൻസ് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഏതാണ് ബൾബ് ക്രോപ്പ് അല്ലാത്തത് ഏതാണ്.
ഓപ്ഷൻ ഡി ദറ്റ് ഈസ് ക്യാരറ്റ്. ക്യാരറ്റ് ആണ് ബൾക്ക് ക്രോപ്പ് അല്ലാത്തത്. അപ്പം ക്യാരറ്റ് എന്ത് ക്രോപ്പാണ്? ക്യാരറ്റിന്റെ മോഡിഫിക്കേഷൻ എന്താണ്? റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. സോ ക്യാരറ്റ് ഇസ് എ റൂട്ട് ക്രോപ്പ്. ക്യാരറ്റ് ഒരു റൂട്ട് ക്രോപ്പ് ആണ്. ഓക്കെ. Okay, next question. Dash is the branch of horticulture which deals with the cultivation of vegetables. Vegetablesന്റെ cultivationമായിട്ട് ഡീൽ ചെയ്യുന്ന ഹോർട്ടിക്കൾച്ചറിന്റെ ബ്രാഞ്ച് ഏതെന്നാണ്? സോ ഓപ്ഷൻസ്: ഓപ്ഷൻ എ പോമോളജി, ഓപ്ഷൻ ബി ഓളിറ്റിക്കൾച്ചർ, ഓപ്ഷൻ സി ഫ്ലോറിക്കൾച്ചർ ആൻഡ് ഓപ്ഷൻ ഡി എപ്പിക്കൾച്ചർ. ഇതിനകത്ത് കേട്ട് പരിചയമില്ലാത്തൊരു വേർഡും കൂടെ നമ്മൾ കണ്ടു. ഓപ്ഷൻ ഡി എപ്പിക്കൾച്ചർ. നമുക്ക് ആൻസർ എന്താണെന്ന് ആദ്യം നോക്കാം. ആൻസർ എന്താണ്? പോമോളജി ആണോ, ഓളിറ്റിക്കൾച്ചർ ആണോ, ഫ്ലോറിക്കൾച്ചർ ആണോ, എപ്പിക്കൾച്ചർ ആണോ? The study of vegetables, that is olericulture. Okay, അപ്പം ഓപ്ഷൻ ഡി that is epiculture എന്ന് വെച്ചാൽ that is maintenance of honey bees and hives. ഹണി ബീസ്, തേനീച്ച വളർത്തലിനാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് എപ്പിക്കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. So next question, that is dash is growing of ornamental trees along paths and avenues. അപ്പം നമ്മൾ ഫ്ലോറിക്കൾച്ചറിന്റെ സെക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർണമെന്റൽ ട്രീസ് നമ്മൾ വഴിയോരങ്ങളിലൊക്കെ നട്ടു വളർത്തുന്ന രീതിയെ നമ്മളൊരു പേരിട്ട് വിളിച്ചായിരുന്നു. ദാറ്റ് ഈസ് ഗ്രോയിങ് ഓഫ് ഓർണമെന്റൽ ട്രീസ് എലോങ് പാത്സ് ആൻഡ് അവന്യൂസ്. അപ്പൊ ഏതാണ് ഓപ്ഷൻസ് നോക്കിയാൽ? ഓപ്ഷൻ എ കമേഴ്ഷ്യൽ ഫ്ലോറിക്കൾച്ചർ, ഓപ്ഷൻ ബി ഓർണമെന്റൽ ഫ്ലോറിക്കൾച്ചർ, ഓപ്ഷൻ സി ആർബോറിക്കൾച്ചർ, ഓപ്ഷൻ ഡി ലാൻഡ്സ്കേപ്പ് ഗാർഡൻ. ഇതിനകത്ത് ഏതാണ് ആൻസർ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആൻസർ ഈസ് ആർബോറിക്കൾച്ചർ. ആർബോറിക്കൾച്ചർ ആണ് എന്ന് പറയുന്നത് ഗ്രോയിങ് ഓഫ് ഓർണമെന്റൽ ട്രീസ് എലോങ് പാത്സ് ആൻഡ് അവന്യൂസ്. പാത്സിലും അവന്യൂസിലും ഓർണമെന്റൽ ട്രീസ് വളർത്തുന്ന രീതിയെ പറയുന്ന പേരാണ് ആർബോറിക്കൾച്ചർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഇസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലെഗ്യൂമിനസ് ക്രോപ്പ്. ലെഗ്യൂമിനസ് ക്രോപ്പ് അല്ലാത്തത്. ലെഗ്യൂമിനസ് ക്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ലെഗ്യൂമിനോസി അല്ലെങ്കിൽ ഫബേസിയ ഫാമിലിയിൽ വരുന്ന ക്രോപ്സ്. അപ്പൊ നോക്കിയേ, കൗപ്പി, ക്ലോബീൻ, ഫ്രഞ്ച് ബീൻ, ഡോളിക്കോസ് ബീൻ. ഇതിനകത്ത് ഏതാണ് ലെഗ്യൂമിനോസി അല്ലെങ്കിൽ ഫബേസിയ ഫാമിലിയിൽ വരാത്ത ക്രോപ്പ്? അതായത് ലെഗ്യൂമിനസ് ക്രോപ്പ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ് ആൻസർ ഒന്ന് നോക്കിയേ. ആൻസർ ഈസ് ക്ലോവ് ബീൻ. ക്ലോവ് ബീന്റെ മലയാളം എന്താണ്? ക്ലോവ് ബീന്റെ മലയാളത്തിൽ നമ്മൾ നിത്യവഴുതന എന്ന് പറയും. അതൊരു പെരിനിയൽ വെജിറ്റബിളിന് എക്സാമ്പിൾ ആണ്. ദറ്റ് ഇസ് ക്ലോവ് ബീൻ വിച്ച് കംസ് അണ്ടർ ദ ഗ്രൂപ്പ് കൺവോൾവുലേസിയ. കൺവോൾവുലേസിയ ഫാമിലിയിൽ വരുന്നതാണ് ക്ലോവ് ബീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഈ ബീൻ എന്ന് കണ്ടിട്ട് നമുക്ക് കൺഫ്യൂഷൻ വരും. അതായത് ഫ്രഞ്ച് ബീൻ, ഡോളിക്കോസ് ബീൻ, ക്ലസ്റ്റർ ബീൻ, ഇതെല്ലാം തന്നെ ലെഗ്യൂമിനസ് ക്രോപ്പ് ആണ്. അപ്പം നമുക്ക് ക്ലോവ് ബീൻ കാണുമ്പോൾ ഒരു ചെറിയ ഡൗട്ട് വരും, അത് ലെഗ്യൂമിനസ് ക്രോപ്പ് ആണോ എന്നുള്ളത്. പക്ഷെ അത് ലെഗ്യൂമിനസ് ക്രോപ്പ് അല്ല. ദാറ്റ് കംസ് അണ്ടർ ദ ഫാമിലി കൺവോൾവുലേസിയ. കൺവോൾവുലേസിയ ഫാമിലിയിൽ വരുന്നതാണ്. ഐപ്പോമിയ മ്യൂറിക്കേറ്റ എന്നാണ് സയന്റിഫിക് നെയിം. So next is which of the following is not a seed spice? Seed spice അല്ലാത്തത് ഏതെന്നാണ്. അപ്പം നമ്മൾ സ്പൈസിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സീഡ് സ്പൈസ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതായത് സീഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് നമ്മൾ സ്പൈസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് സീഡ് സ്പൈസ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സീഡ് സ്പൈസ് അല്ലാത്തത്? ഓപ്ഷൻ എ ക്യൂമിൻ, ദറ്റ് ഇസ് ചെറിയ ജീരകം. ഓപ്ഷൻ ബി ഫെനൽ, ദറ്റ് ഇസ് വലിയ ജീരകം. ഓപ്ഷൻ സി നട്ട്മെഗ്, ജാതി. ഓപ്ഷൻ ഡി കൊറിയാണ്ടർ. ഇതിനകത്ത് ഏതാണ് നമ്മൾ സീഡ് അല്ലാതെ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓപ്ഷൻ സി നട്ട്മെഗ്. നട്ട്മെഗ് ഇപ്പം സീഡ് സ്പൈസ് അല്ല. അപ്പൊ എന്ത് സ്പൈസ് ആണ്? ദാറ്റ് ഈസ് എ ട്രീ സ്പൈസ്. ട്രീ സ്പൈസ് ആണ് നട്ട്മെഗ് അല്ലെങ്കിൽ ജാതി എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്ലാന്റേഷൻ ക്രോപ്പ്? താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ് പ്ലാന്റേഷൻ ക്രോപ്പ് എന്നുള്ള ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബ്ലാക്ക് പെപ്പർ, ഓപ്ഷൻ ബി കച്ചോലം, ഓപ്ഷൻ സി ലെമൺ ഗ്രാസ് ആൻഡ് ഓപ്ഷൻ ഡി കോഫി. ഇതിനകത്ത് ഏതാണ് പ്ലാന്റേഷൻ ക്രോപ്പ് ആയിട്ടുള്ളത്? ഓരോ ഓപ്ഷനും ഓരോ കാറ്റഗറി, ഓരോ ഗ്രൂപ്പ് ഓഫ് ക്രോപ്സ് ആണ്. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അണ്ടർസ്റ്റുഡ് ആണ് ഏതാണ് പ്ലാന്റേഷൻ ഗ്രൂപ്പ്. കോഫിയാണ് പ്ലാന്റേഷൻ ഗ്രൂപ്പ്. ബ്ലാക്ക് പെപ്പർ എന്ത് ക്രോപ്പാണ്? സ്പൈസ് ക്രോപ്പാണ്. മേജർ സ്പൈസിൽ വരുന്ന സ്പൈസ് ക്രോപ്പാണ്. ദെൻ കച്ചോലം, as we know that is a medicinal plant. then ലെമൺ ഗ്രാസ് എന്താണ്? aromatic ക്രോപ്സ്. അപ്പൊ ഓരോന്നും ഓരോ ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഇപ്പം ഡീൽ ചെയ്തത്? ഹോർട്ടിക്കൾച്ചർ എന്താണ്, അതിന്റെ ഫണ്ടമെന്റൽസ്, അതായത് ഹോർട്ടിക്കൾച്ചറിന്റെ ഡെഫിനിഷൻ, ദെൻ ഹോർട്ടിക്കൾച്ചർ എന്ന ടേം ഏതൊക്കെ വേർഡ്സിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത്, പിന്നെ അതിന്റെ ഡിവിഷൻസ് ഏതൊക്കെയാണ് ഡിവിഷൻസ് എന്ന് പറഞ്ഞ്. സ്റ്റഡി ഓഫ് ഫ്രൂട്ട്സ്, ദറ്റ് ഇസ് പോമോളജി. Vegetables, horticulture. Then flowers, floriculture. Then plantation crops, medicinal crops, aromatic crops, spices and condiments, post-harvest technology, nursery management and seed production. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹോർട്ടിക്കൾച്ചറിന്റെ ബ്രാഞ്ചസിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു.